Hi guys, Assalamu alaikum. Welcome back to Z Family. ഇന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ബോട്ടിൽ ഡോൾഫിനെ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ അവിടെ എത്തിയാൽ എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ഇതാ നമ്മൾ എന്തിനാ പോകുന്നത്? Speed boat and we might see dolphins. അവർ ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് ആണ് കാണുമെന്ന് പറഞ്ഞത്. പക്ഷേ We came here for relaxing. അല്ല, രാവിലെ നമ്മളിവിടെ മസ്ജിദ് അവിടെയൊക്കെ പോയി. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് സീ, ഫിംഗേഴ്സ് ക്രോസ്ഡ്. ആക്ച്വലി ഇവിടെയുള്ള ബോട്ട് ക്ലബ്ബിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൂർ ഏജൻസ് ഉണ്ട്. അപ്പോൾ അവർ ഒരുപാട് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് അതായത് ഡോൾഫിൻ വാച്ച് ട്രിപ്പ്, പിന്നെ ഡോൾഫിൻ വാച്ച് ട്രിപ്പ് വിത്ത് സ്നോക്ലിംഗ്, ദെൻ സൺസെറ്റ് ട്രിപ്പ്, ഫിഷിംഗ് ട്രിപ്പ്, ഐലൻഡ് വാച്ചിങ്, അങ്ങനെ ഓരോരോ ട്രിപ്പാണ്. ഇതിൽ ആക്ച്വലി ഡോൾഫിൻ വാച്ച് ട്രിപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിന് മെയിനായിട്ട് മോർണിംഗ് ആണ് അവർ പോകുന്നത്, 2 ട്രിപ്പായിട്ട്. പക്ഷേ മോർണിംഗ് ഞങ്ങൾ ബിസി ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മളൊരു 2 o'clock, ആഫ്റ്റർനൂൺ ഒരു 2 o'clock ആണ് ഇത് നമ്മൾ ചൂസ് ചെയ്തത്. ഡോൾഫിൻ വാച്ച് വിത്ത് സ്നോക്ലിംഗ് ആണ് അവർ നമുക്ക് തന്നത്. ഹായ് പൊന്നു, ഷാനു, തന്നൂക്ക, വീയല്ലേ? ആക്ച്വലി നമ്മൾ പോകുന്നതിന് അവർ പറഞ്ഞിരുന്നു ഉറപ്പില്ല ഡോൾഫിനെ കാണാൻ പറ്റുമെന്ന്. ബട്ട് നമുക്ക് ഓക്കെ, കിട്ടിയ കുട്ടിയല്ലേ ചട്ടി എന്നുള്ള രീതിയിലായിരുന്നു. നമ്മൾ സ്നോക്ലിംഗ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ സ്വിം സ്യൂട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സ്നോക്ലിങ്ങിൻ്റെ ഈ ഒരു ട്രിപ്പ് എടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നോർമലി ഡോൾഫിൻ ട്രിപ്പ് 2 hours ആണ്, ഇതിപ്പോൾ 3 hours ആണ്. കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകും. ഞാനൊരു ഡോൾഫിനെ കണ്ട് നിർത്തിയതാണ്. നമുക്കെല്ലാം ഭാഗ്യമുണ്ടല്ലോ, നമുക്ക് ഭാഗ്യമുണ്ടല്ലോ, നമുക്ക് എല്ലാ ഡോൾഫിനെ കണ്ടല്ലോ. നോർമലി ഇങ്ങനെ ഡോൾഫിനെ വാച്ച് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചു പോവുക ചെയ്യാൻ. ഇതിപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ സ്നോക്ലിംഗ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഇതൊരു കണ്ടുപിടിക്കുന്നായിരിക്കും അല്ലേ ഇന്ന സ്ഥലത്ത്. കുറേ ഫിഷ് പൊരിച്ചു തിന്നാണ്.
അപ്പോൾ നമ്മുടെ ബോട്ടിലുണ്ടായിരുന്നവരൊക്കെ സ്നോക്ലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ജെസ്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഷാനു ജെസ്കി ട്രൈ ചെയ്തത്, ഇവൻ നമ്മളെല്ലാവരും. അപ്പോൾ അവർ നല്ല ട്രെയിനിങ് തരുന്നുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു സംഭവം. അങ്ങനെ ഷാനുവിൻ്റെ വലിയൊരു ആഗ്രഹം നടന്നു. അവൻ എപ്പോഴും ദുബായിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ വെറുതെ നിൽക്കുകയല്ലേ, അപ്പോൾ അത് മുതലാക്കി. Okay, don't scare. Are you here? Yeah, bye. Vertical. Posay, wala huwa. മമ്മ ഓടിച്ചോ രസ, മമ്മ ഓടിച്ചോ രസ, നെക്സ്റ്റ് സൗണ്ട് ഓടിച്ചോ. Mama's not able to do it. Mama's not able to. Water is. എൻ്റെ ഷൂസ് മൊത്തം തന്നെ. രണ്ട് ഷൂ അത്ര എണ്ണിക്കില്ല, ഞാൻ കുറച്ച് കയറ്റി. നമ്മൾ ബേബി നമ്മൾ ജമ്പ് ചെയ്യൂലേ, അത് പേടിയൊന്നും പപ്പല്ലേ? ആ പപ്പന്നെ. അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ടെത്തി നമ്മള്. അങ്ങനെ ഒരു നീണ്ട ബോട്ടിങ് കഴിഞ്ഞ് ജെറ്റ്സ്കി കഴിഞ്ഞ് നമ്മളെത്തി അല്ലേ പൊന്നു? There is algae here. തന്നുക ലാലുലക്സ് ഒന്ന് തിരിഞ്ഞു നോക്കോ? ലാലുലക്സ് ഒന്ന് തിരിഞ്ഞു നോക്ക്. ലാലുലക്സ് എപ്പോഴും മോളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കില്ല. പരിഷ്കാരി അത് പപ്പ. നമ്മളിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇനി മത്രാസൂക്കിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു Subscribe, like, share, comment, and don't forget to ring the bell button. Ding ding. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മത്രാസൂക്കിലെ പുതിയ വിശേഷങ്ങളുമായി വരുന്നത് വരെ Masalama.